രാജ്യരക്ഷയെ സംബന്ധിച്ച് ചില ഞെട്ടിപ്പിക്കുന്ന വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഹരിയാന സ്വദേശിനിയായ ജ്യോതി മൽഹോത്ര എന്ന് പറയുന്ന 33 വയസ്സുകാരിയായ ഒരു വ്ളോഗർ ഇന്ത്യക്കെതിരായി ചാരപ്രവർത്തനം നടത്തി പാകിസ്ഥാനെയും ചൈനയെയും സഹായിക്കാൻ ശ്രമിച്ചു. കഴിഞ്ഞ 2 വർഷമായി അവർ ഈ ചാരവൃത്തിയിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് എന്നതാണ് ഇപ്പോൾ ഞെട്ടിപ്പിക്കുന്ന വാർത്തയായി പുറത്തു വന്നിരിക്കുന്നത്. ഈ യുവതിയുടെ പേരിലുള്ള യൂട്യൂബ് ചാനൽ ഉപയോഗിച്ചുകൊണ്ടാണ് ഇവർ പലതരത്തിലുള്ള ഇതുപോലെയുള്ള ചാരപ്രവർത്തനങ്ങൾക്കുള്ള വസ്തുതകൾ ശേഖരിച്ചതും വിപണനം ചെയ്തതും എന്നാണ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്. അതിൽ കേരളത്തിൻ്റെ പ്രത്യേക ഒരു സാന്ദർഭികമായിട്ടുള്ള ഇടപെടൽ ഉണ്ടായത്, അവർ ഇന്ത്യയിലാകെ സഞ്ചരിച്ചതിൽ കേരളത്തിലും അവർ വന്നിരുന്നു. ചില ദിവസങ്ങൾ ഇവിടെ താമസിച്ചു. മട്ടാഞ്ചേരിയിലുള്ള ഒരു ഹോട്ടലിലാണ് അവർ താമസിച്ചിരുന്നത്. ഇവിടെ ഇരുന്നു കൊണ്ടും അവർ ഈ തരത്തിൽ ചാരപ്രവർത്തിക്ക് ആവശ്യമായിട്ടുള്ള ചില വസ്തുതകളൊക്കെ ശേഖരിച്ചു എന്നുള്ളതാണ് ഏറ്റവും ഒടുവിൽ പുറത്തു വന്നിരിക്കുന്ന വിവരം. അപ്പോൾ കേരളത്തിലെ പോലീസും ഇത് സംബന്ധിച്ചുള്ള അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. കഴിഞ്ഞ 2 വർഷമായി ഇവർ ഇന്ത്യ മുഴുവൻ ഇങ്ങനെ ചുറ്റി സഞ്ചരിച്ചുകൊണ്ട് പാകിസ്ഥാനും ചൈനയ്ക്കും ഇന്ത്യയുടെ മിലിറ്ററി രഹസ്യങ്ങൾ ഉൾപ്പെടെയുള്ള രഹസ്യങ്ങൾ ചോർത്തി കൊടുത്തുകൊണ്ട് അവർ പ്രവർത്തിക്കുകയായിരുന്നു എന്നതാണ് ദേശീയ അന്വേഷണ കമ്മീഷൻ ഉൾപ്പെടെയുള്ളതോ കണ്ടെത്തിയിരിക്കുന്നത്. ഇത് അതിഗുരുതരമായിട്ടുള്ള ഒരു കുറ്റമാണ് എന്ന കാര്യത്തിൽ തർക്കമില്ല. താരതമ്യേന വളരെ പ്രായം കുറഞ്ഞ ഹരിയാന സ്വദേശിനിയായ ഈ സ്ത്രീക്ക് ഇത്രയും വ്യാപകമായ രീതിയിൽ ചാരപ്രവർത്തനം നടത്തണം എന്നുണ്ടെങ്കിൽ അവരുടെ പിന്നിൽ ശക്തിയായിട്ടുള്ള കേന്ദ്രങ്ങളുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല. ഇവർ പാകിസ്ഥാൻ ഹൈക്കമ്മീഷനിൽ ഡൽഹിയിൽ വിസയുടെ ആവശ്യത്തിനായി പോയപ്പോൾ അവിടെയുള്ള ഒരു പാകിസ്ഥാൻ ഉദ്യോഗസ്ഥനാണ് ഇവരെ പാകിസ്ഥാനിലുള്ള ഒരു ഉയർന്ന ഉദ്യോഗസ്ഥനുമായി പരിചയപ്പെടുത്തിയത് എന്ന ഒരു വാർത്ത പുറത്തു വന്നിട്ടുണ്ട്. ഒരുപക്ഷെ അതായിരിക്കാം പാകിസ്ഥാനെതിരായിട്ടുള്ള അല്ലെങ്കിൽ പാകിസ്ഥാന് വിരുദ്ധമായിട്ടുള്ള നടപടികൾ കേരളത്തിൽ ഇന്ത്യയിലൊക്കെ എന്ത് നടക്കുന്നു എന്ന് അറിഞ്ഞുകൊണ്ട് പാകിസ്ഥാനെ പ്രീതിപ്പെടുത്താനായി ഉപയോഗിച്ച ഒരു മാർഗം എന്ന് നമ്മൾ കാണേണ്ടിയിരിക്കുന്നു. ഇത് 2 വർഷമായി ഇവരിത് ചെയ്തിട്ടും ഇവരെ വേണ്ട രീതിയിൽ നിയമത്തിൻ്റെ മുൻപിൽ കൊണ്ടുവരാനായി ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ഏജൻസികൾക്കൊന്നും കഴിഞ്ഞില്ല എന്ന് പറയുന്നത് ഒരു വീഴ്ച തന്നെയാണ്. അപ്പോൾ ഇന്ത്യയുടെ പ്രതിരോധ സംവിധാനങ്ങളിൽ, വിദേശകാര്യ സംവിധാനങ്ങളിലൊക്കെ ഇങ്ങനെയുള്ള ആളുകൾക്ക് ഇടപെടാൻ കഴിയുന്നുവെങ്കിൽ അവിടെ എവിടെയൊക്കെയോ ചില പാളിച്ചകൾ സംഭവിച്ചു എന്ന് സമ്മതിക്കേണ്ടതായിട്ട് വരും. എപ്പോഴും ഉയർന്നു വരുന്ന ഒരു ചോദ്യമുണ്ടല്ലോ, പഹൽഗാമിൽ 26 നിരപരാധികളായിട്ടുള്ള വിനോദസഞ്ചാരികളെ കൂട്ടക്കൊല ചെയ്തപ്പോൾ അവിടെ എങ്ങനെയാണ് ഈ ഭീകരർ അതിർത്തി കടന്ന് എത്തിയത് എന്നുള്ള ഒരു ചോദ്യം ഇപ്പോഴും ഉത്തരം കിട്ടാതെ അവശേഷിക്കുകയാണ്. അപ്പോൾ നമ്മുടെ അതിർത്തി സംരക്ഷിക്കുന്നതിൽ എവിടെയെങ്കിലും വീഴ്ച സംഭവിച്ചിട്ടുണ്ടോ? ഈ ഭീകരന്മാർ എങ്ങനെ അതിർത്തി കടന്ന് ഇന്ത്യയുടെ പ്രദേശത്ത് വന്നു എന്നുള്ള പല ചോദ്യങ്ങളും ഇപ്പോൾ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അത് സ്വാഭാവികമായി ഇന്ത്യ ഗവൺമെന്റ് വേണ്ട രീതിയിൽ അന്വേഷണം നടത്തുന്നുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇപ്പോൾ കേന്ദ്ര ഗവൺമെന്റ് നിയോഗിച്ച ചില പ്രത്യേക സമിതികളൊക്കെ വിദേശ രാജ്യങ്ങൾ സന്ദർശിക്കുന്നതിനായി പുറപ്പെട്ട് തുടങ്ങി കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ അത് ഒരു ഭാഗത്തുകൂടെ നടക്കുമ്പോൾ ആഭ്യന്തരമായി ഇതുപോലെയുള്ള ചതിക്കുഴികളുണ്ട് എന്നുള്ളതും തിരിച്ചറിഞ്ഞെങ്കിൽ മാത്രമേ രാജ്യ സുരക്ഷ ഉറപ്പാക്കുന്നതിനായി സാധിക്കുകയുള്ളൂ. ഈ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇത്രയും പ്രായം കുറഞ്ഞ ഒരു യുവതിക്ക് ഇങ്ങനെ ചാരവൃത്തി ഇന്ത്യക്കെതിരായി ചൈനയ്ക്ക് വേണ്ടിയും പാകിസ്ഥാന് വേണ്ടിയും ചെയ്യാൻ കഴിഞ്ഞെങ്കിൽ അവരെ സംരക്ഷിക്കുന്നതിനായിട്ടുള്ള ഉയർന്ന സംവിധാനങ്ങൾ ഒരു പക്ഷേ പാകിസ്ഥാനിലും അല്ലെങ്കിൽ ചൈനയിലും ചൈനയുമായി ബന്ധപ്പെട്ടുമൊക്കെ ഉണ്ടായിരിക്കും എന്ന് കരുതിയാൽ അതിലാരെയും കുറ്റപ്പെടുത്താനായി സാധിക്കുകയില്ല. അപ്പോൾ ഗൗരവമായിട്ടുള്ള ഒരു കുറ്റം എന്ന രീതിയിൽ രാജ്യദ്രോഹ കുറ്റം ചുമത്തി ഇവരെ എത്രയും വേഗം നിയമ നടപടിക്ക് വിധേയമാക്കേണ്ടതുണ്ട് എന്ന കാര്യത്തിലും ആർക്കും അഭിപ്രായ വ്യത്യാസമില്ല. ഇവിടെയൊന്നും രാഷ്ട്രീയത്തിൻ്റെതായിട്ടുള്ള അതിപ്രസരം കടക്കാതെ
രാജ്യത്തിൻ്റെ സുരക്ഷയും രാജ്യത്തിൻ്റെ ഐക്യവും നിലനിർത്തുക എന്നതായിരിക്കണം പരമപ്രധാനമായിട്ടുള്ളത് എന്ന് ബന്ധപ്പെട്ട എല്ലാവരും തിരിച്ചറിയണം. അത് ഭരിക്കുന്ന കക്ഷിയാകട്ടെ പ്രതിപക്ഷ കക്ഷികളാകട്ടെ എല്ലാവരും അത് തിരിച്ചറിഞ്ഞുകൊണ്ട് ഒരുമിച്ച് നിന്ന് ഇതുപോലെയുള്ള ചതിക്കുഴിയിൽ ഒരു കാരണവശാലും ആരും പെട്ടുപോകാതിരിക്കാൻ ആത്മാർത്ഥമായ ശ്രമങ്ങൾ നടത്തേണ്ടിയിരിക്കുന്നു. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇന്ത്യയുടെ സുരക്ഷാ സംവിധാനത്തിൽ എവിടെയെങ്കിലും പാകപ്പിഴകൾ ഉണ്ടായിട്ടുണ്ടോ എന്ന് പരിശോധിക്കണം. അതുപോലെ വിദേശ രാജ്യങ്ങളുമായിട്ടുള്ള ഇടപെടലുകളിൽ എന്തെങ്കിലും പാകപ്പിഴയുണ്ടോ എന്ന് അടിയന്തരമായി പരിശോധിക്കണം. ഇതൊന്നും ഒരു രാഷ്ട്രീയ പ്രചരണത്തിൻ്റെയോ വോട്ട് തേടലിൻ്റെയോ സന്ദർഭങ്ങളായി ആരും വിനിയോഗിക്കാതിരിക്കണം. അത് ഭരണകക്ഷിയാകട്ടെ പ്രതിപക്ഷമാകട്ടെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വിശ്വാസ്യതയിൽ പ്രവർത്തിക്കുക എന്ന് പറയുന്നതാണ് ലോകരാഷ്ട്രങ്ങളുടെ ഇടയിൽ ഇന്ത്യയുടെ ഐക്യം നന്നായി ബോധ്യപ്പെടുവാൻ സാഹചര്യം ഒരുക്കുന്നത്. ഇവിടെ വിദേശ രാജ്യത്തേക്ക് അയച്ച പ്രതിനിധികളെ സംബന്ധിച്ചൊക്കെ ചില തർക്ക വിതർക്കങ്ങളൊക്കെ ഉണ്ടെങ്കിലും അതെല്ലാം ഇപ്പോൾ ശാന്തമായിരിക്കുകയാണ്. ഇപ്പോൾ സമിതികൾ യാത്ര ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. അതിലുൾപ്പെട്ടിരിക്കുന്ന കാര്യങ്ങൾക്ക് അവരുടെ മുൻപിലിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട അജണ്ട ഇന്ത്യയുടെ ജനാധിപത്യ മതേതരത്വ സ്വഭാവം എക്കാലവും നിലനിർത്തുമെന്ന് പ്രതിജ്ഞയെടുത്ത 142 കോടി ജനങ്ങളെയാണ് അവർ പ്രതികരിച്ചുകൊണ്ട് വിദേശ രാജ്യങ്ങളിലേക്ക് പോകുന്നതെന്ന ബോധ്യമാണ്. അവിടെ വില കുറഞ്ഞ സങ്കുചിതമായ രാഷ്ട്രീയ ആരോപണ പ്രത്യാരോപണങ്ങൾ നടത്തുന്നതിനുള്ള സമയമല്ല, മറിച്ച് ഇന്ത്യയുടെ വ്യക്തിത്വം ലോകരാഷ്ട്രങ്ങളുടെ ഇടയിൽ ഉയർത്തിപ്പിടിക്കുക എന്ന് പറയുന്ന പ്രധാനപ്പെട്ട ധർമ്മമാണ് ഇത്തരം സമിതികൾ നടത്തേണ്ടത്. ഭരണകക്ഷിയാണെങ്കിൽ ഞങ്ങളുടെ മിടുക്കുകൊണ്ടാണ് ഞങ്ങളാണ് ഇതെല്ലാം നേടിയത് എന്ന് വീമ്പിളക്കി ഇതൊരു രാഷ്ട്രീയ പ്രചരണത്തിന്റെ ഉപാധിയാക്കി അല്ലെങ്കിൽ ഉപകരണമാക്കി മാറ്റുന്നത് വളരെ വില കുറഞ്ഞ ഏർപ്പാടാണ്. അതുപോലെ തന്നെ പ്രതിപക്ഷ കക്ഷികളും രാജ്യ നന്മയ്ക്ക് വേണ്ടി, രാജ്യ സുരക്ഷയ്ക്ക് വേണ്ടി, രാജ്യത്തിൻ്റെ അഖണ്ഡതയ്ക്ക് വേണ്ടി, ജനാധിപത്യ മതേതര സ്വഭാവങ്ങൾ കാത്തു സൂക്ഷിക്കുന്നതിന് വേണ്ടി ആവശ്യമായ വിട്ടുവീഴ്ചകൾ ചെയ്ത് ഭരണത്തോട് സഹകരിക്കുക ആണ് വേണ്ടത്. ഇത് ഈ പ്രത്യേകമായി ഏതെങ്കിലും ഒരു ഗവൺമെന്റിന്റെ മാത്രം നേട്ടമായി കാണുന്നത് ഒരു കാരണവശാലും സൽബുദ്ധിക്കും അല്ലെങ്കിൽ സാമാന്യ ബുദ്ധിക്കും നിരക്കുന്നതല്ല. ഭരണത്തിൽ ആരിരുന്നാലും ഏത് ഗവൺമെന്റ് ആണെങ്കിലും പുറത്തു നിന്നുള്ള ആക്രമണം, അത് ഭീകരാക്രമണമാകട്ടെ ഭൂമിശാസ്ത്രപരമായിട്ടുള്ള ആക്രമണമാകട്ടെ, ആര് നടത്തിയാലും അതിനെ ഒറ്റക്കെട്ടായി ചെറുക്കുക എന്ന് പറയുന്നത് ഭരിക്കുന്ന ഗവൺമെന്റിന്റെ ഉത്തരവാദിത്തമാണ്. അതല്ലാതെ ഞങ്ങളാണ് ഇതെല്ലാം ചെയ്തത്, ഞങ്ങൾ ഇരുന്നത് കൊണ്ടാണ് ഇത്രയൊക്കെ പ്രതിരോധിച്ചത് എന്നൊക്കെ പറയുന്നത് ഒരു സങ്കുചിതമായ ഒരു വില കുറഞ്ഞ രാഷ്ട്രീയ പ്രചരണമാണ്. അതുപോലെ പ്രതിപക്ഷ കക്ഷികളും അവർ പ്രതിപക്ഷം ഭരണത്തിലിരിക്കുമ്പോൾ ഭരണപക്ഷം പ്രതിപക്ഷമാകുമ്പോൾ ആണെങ്കിൽ പോലും ഈ രാജ്യത്തിൻ്റെ നന്മയും അഖണ്ഡതയും എന്ന് പറയുന്നത് പരമപ്രധാനമാണ്. അതുകൊണ്ട് ഭരിക്കുന്ന കക്ഷികൾ ഇത് തങ്ങളുടേതായിട്ടുള്ള ഒരു വലിയ നേട്ടമാണ് എന്ന് വീമ്പിളക്കാതെ എല്ലാ കക്ഷികളെയും എല്ലാ ജനങ്ങളെയും വിശ്വാസത്തിലെടുത്തുകൊണ്ടാകണം ഇത്തരം പ്രശ്നങ്ങളെ സമീപിക്കേണ്ടത്. അതോടൊപ്പം തന്നെ രാജ്യത്തുനിന്ന് ഉയർന്നു വരുന്ന, അകത്തുനിന്ന് വരുന്ന ഇതുപോലെയുള്ള ചാരപ്രവർത്തകരെ ഒരു വട്ടം കൂടി പോലും ആലോചിക്കാതെ കൽത്തുറുങ്കിൽ അടയ്ക്കുകയും മാതൃകാപരമായി ശിക്ഷിക്കുകയുമായി ആണ് വേണ്ടത്. ഇവരെ സംരക്ഷിക്കാനായി ആരും പുറപ്പെടാതിരിക്കണം. ഒരു രാഷ്ട്രീയ കക്ഷിയും ഇവർക്ക് സംരക്ഷണം ഉറപ്പാക്കരുത്. ഇവർ ചെയ്തതായിട്ടുള്ള കുറ്റങ്ങൾ അത്യന്തം ഗുരുതരമായിട്ടുള്ളതാണ് എന്ന് ബോധ്യപ്പെട്ടുകൊണ്ട് ഇവരെ സംരക്ഷിക്കുന്നത് ആരാണ്, ഇവർക്ക് എവിടെ നിന്നാണ് ഈ പ്രേരണ ലഭിച്ചത്, വിദേശ രാജ്യങ്ങളിലെ പ്രതിനിധികളുമായി ഇവർക്ക് എങ്ങനെ ബന്ധമുണ്ടായി, ഇവർ ഇതിലൂടെ ഉണ്ടാക്കിയതായ സാമ്പത്തിക മറ്റു തരത്തിലുള്ള നേട്ടങ്ങൾ എന്തൊക്കെയാണ് തുടങ്ങിയ കാര്യങ്ങൾ ദേശീയ അന്വേഷണ ഏജൻസികളെല്ലാം തന്നെ സമഗ്രമായി ജാഗ്രതയോടുകൂടി അന്വേഷിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും വളരെ ഞെട്ടിപ്പിക്കുന്ന ഒരു വാർത്തയാണ്. ഒരു ബ്ലോഗർ വിചാരിച്ചാൽ ഒരു രാജ്യത്തെ ഒറ്റിക്കൊടുക്കാൻ കഴിയുമെന്ന് ഇവർ തെളിയിക്കാൻ ശ്രമിച്ചു. എന്തായാലും അവർ പിടിവീണു. കഴിഞ്ഞ 2 വർഷമായി അവർ കേരളത്തിൽ ഉൾപ്പെടെ സഞ്ചരിച്ചുകൊണ്ട് ഇതിൻ്റെ പ്രവർത്തനങ്ങൾ നടത്തുകയായിരുന്നു എന്നാണ് ഒടുവിൽ വന്നിരിക്കുന്ന റിപ്പോർട്ടുകൾ. മറ്റ് സംസ്ഥാനങ്ങളിലും സ്വാഭാവികമായി ഇവർ സഞ്ചരിച്ചിട്ട് ഉണ്ടാകണം. പ്രത്യേകിച്ച് അതിർത്തി പങ്കിടുന്ന സംസ്ഥാനങ്ങളിലെ രഹസ്യങ്ങളൊക്കെ ചോർത്തിക്കൊടുക്കാൻ ഇവർ ശ്രമിച്ചിട്ടുണ്ടാകണം. എന്തായാലും വളരെ അക്ഷന്തവ്യമായ കുറ്റങ്ങളാണ് ഇവർ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് മുഖം നോക്കാതെ ഇവർക്കെതിരായി
അതിശക്തമായിട്ടുള്ള നടപടികൾ നിയമം അനുശാസിക്കുന്ന വിധം എടുക്കേണ്ട കാലം വൈകിയിരിക്കുന്നു. അതാണ് ജനങ്ങൾ പ്രതീക്ഷിക്കുന്നത്. അതുകൊണ്ട് രാഷ്ട്രീയ ഭിന്നതകളും വീമ്പിളക്കളെയും ഒക്കെ മാറ്റിവെച്ചുകൊണ്ട് ഈ തരം ഏജൻസികളെ, അതുപോലെ തന്നെ ഈ ഭീകരവാദവുമായി നടക്കുന്ന ആളുകളെ, ഭീകരന്മാരെയൊക്കെ എന്നേക്കുമായി ഇല്ലായ്മ ചെയ്യുന്നതിനുള്ള കൂട്ടായ പ്രയത്നമാണ് ഇന്ത്യയിലെ ഇപ്പോഴത്തെ വർത്തമാന കാലത്തെ ഏറ്റവും പരമപ്രധാനമായിട്ടുള്ള കാര്യം എന്നത് നാം എല്ലാവരും ഓർക്കേണ്ടിയിരിക്കുന്നു.